നമസ്കാരം. ഇന്നലത്തെ കോപ്പ ഡെൽറെ ഫൈനല് ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു. രണ്ട് ടീമും ഭയങ്കര ടാക്റ്റിക്കലി ബ്രില്യൻ്റായിട്ട് രണ്ട് ടീമും അടിപൊളിയായിട്ട് കളിച്ചു. ഫസ്റ്റ് ഹാഫ് ബാഴ്സലോണ ഒരു രക്ഷയില്ല. പെഡ്രിയുടെ ഗോൾ ഒരു രക്ഷയില്ല. കമാൻഡറിൽ പറയുന്നുണ്ട് പെഡ്രി ആ ബോൾ കുബാഴ്സ ബോൾ ഡിഫെൻഡ് ചെയ്തിട്ട് പെഡ്രി ആ ബോൾ കൊടുത്ത് പെഡ്രി ആ കമാൻഡറിയിൽ പറയുന്നത് ആ വീഡിയോയിൽ പെഡ്രിയില്ല. പക്ഷേ പെഡ്രി ആ കട്ട് ബാക്ക് വന്നിട്ട് ഒരു രക്ഷയില്ലാത്ത ഫിനിഷിങ്. പക്ഷെ പിന്നെ റയൽ ഗംഭീര തിരിച്ചുവരവായി. ആ രണ്ട് ഇമ്പാക്റ്റ് ചേഞ്ച് വന്നു. എംബാപ്പയുടെ അർദാ ഗുളറിന് ചേഞ്ച് വന്നതിൽ കളി മുഴുവൻ വന്നു. എംബാപ്പനേക്കാൾ അർദാ ഗുളർ ആ ടീമിന് ഭയങ്കര ഇമ്പാക്റ്റായി. എംബാപ്പെ ഗോൾ അടിച്ചു, പക്ഷേ അർദാ ഗുളർ ഭയങ്കരമായിട്ട് കളി പിടിച്ചു. അർദാ ഗുളറിൻ്റെ കോർണറിൽ തന്നെയാണ് സുമനി ഗോൾ അടിച്ചത്. പക്ഷെ അപ്പോൾ നമ്മൾ വിചാരിച്ചു റയൽ മാഡ്രിഡ് കളി പോയിന്ന്. പക്ഷെ അതേ കളി യാമാലിൻ്റെ ബോൾ ഫെറാൻ ടോറസ് ഗോൾ അടിച്ചിട്ട് അത് കോർത്തോ കയറി വരേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഫുട്ബോളാണ്, മിസ്റ്റേക്ക് ഹാപ്പൻസാണ്, അത് പറ്റും. അത് ഗോളായി. പക്ഷെ അവസാനം നമ്മൾ വിചാരിച്ച പെനാൽറ്റിക്ക് നീങ്ങുമെന്ന് വിചാരിച്ച കളിയാണ് കോണ്ടയുടെ ഗോളിൽ ബാഴ്സലോണ ജയിക്കുന്നത്. ബാഴ്സലോണ ടീമുമായിട്ട് ഈ ഗംഭീര ഫോമാണ്. ഫാൻസി ബ്ലിക്കിൻ്റെ കീഴിൽ ബാഴ്സലോണ ഗംഭീര ഫോമാണ്. എളുപ്പമല്ല. ചിലപ്പോൾ ചാമ്പ്യൻസ് ലീഗും സ്പാനിഷ് ലീഗ് ഏതാണ്ട് ഉറപ്പായിട്ട് തോന്നുന്നുണ്ട്. ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ ഭയങ്കര സാധ്യത ഉണ്ട്. ഒരു രക്ഷയില്ല. റയൽ മാഡ്രിഡ് നന്നായി കളിച്ചു. നല്ല കളി.